അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വഹിക്കാൻ പോവുകയാണ്. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ട്, അത് കാണാം. അതോടൊപ്പം എക്സ്പോ 2030 ഔദ്യോഗിക പതാക സൗദി അറേബ്യയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളുമായി ഖത്തറിൽ നിന്ന് മുഹമ്മദ് അബ്ബാസും സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനുമാണ് ചേരുന്നത്. ആദ്യം അബ്ബാസിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഒക്ടോബർ 16 തുടക്കമാകുന്നത്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE രാഷ്ട്രങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. സൗദി സന്ദർശനം ഷെഡ്യൂളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. അല്ല, ഇപ്പൊ അനുമതി കിട്ടി, അവിടെ നിന്നാ മതി തൽക്കാലം. അതിപ്പോ എന്റെ യാത്രയുടെ അവസാന തീയതിയാണ് പറഞ്ഞത്. ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോകുക എന്ന് പറയുന്നത് നമ്മൾ ഡൽഹി പോകുന്ന ദൂരമില്ലേ യഥാർത്ഥത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും. അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആണ് പ്രധാനമായിട്ട് ലീവുള്ള ദിവസം. ശനിയാഴ്ചയും വരും, ചിലയിടത്ത് ശനിയും ഞായറും ഉണ്ട്. അപ്പോൾ ഒരാഴ്ച ഒരു സ്ഥലത്ത് പോകും, ഇങ്ങോട്ട് വരും, അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്ത് പോകും. അങ്ങനെയാണ് പരിപാടി. ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെ ഉണ്ടാവുമല്ലോ, അത് മതി. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അബ്ബാസ് ആണ് ചേരുന്നത്. അബ്ബാസ്, മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, ഒക്ടോബർ 16 മുതലാണ് GCC രാഷ്ട്രങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. GCCയിൽ 6 രാജ്യങ്ങളാണുള്ളത്. ഇതിൽ സൗദി ഒഴികെയുള്ള രാഷ്ട്രങ്ങളിലാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ബഹ്റൈനാണ് ആദ്യത്തെ സ്ഥലം. ഒക്ടോബർ 16 അദ്ദേഹത്തിൻ്റെ ബഹ്റൈൻ സന്ദർശനം. അതുപോലെ ഒമാനിൽ ഒക്ടോബർ 24, 25 തീയതികളിലാണ്. ഖത്തറിൽ 30 തീയതിയാണ് ഒക്ടോബർ. കുവൈത്തിൽ നവംബർ 7 മുതൽ 7-8 തീയതികളിലാണ്. UAEയിൽ 8-9 തീയതികളിലാണ്. കേന്ദ്ര എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പുറത്തിറക്കിയ ഈ ഷെഡ്യൂൾ പ്രകാരമുള്ളത്. മലയാള മിഷൻ്റെയും അതുപോലെ ഇവിടുത്തെ പ്രവാസി സംഘടനകളുടെ ഒക്കെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൾഫ് സന്ദർശനം യാഥാർത്ഥ്യമാകുന്നത് എന്നൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. ഏതായാലും ഒക്ടോബർ 16 അദ്ദേഹം ഇവിടെ ബഹ്റൈനിൽ ആദ്യത്തെ സന്ദർശനം. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് പിന്നീടാണ് മറ്റു രാഷ്ട്രങ്ങളിലേക്കൊക്കെ തിരിച്ചു വരിക. ഒരു രാഷ്ട്രം സന്ദർശിച്ച് അവിടുത്തെ ആളുകളുമായി സംസാരിച്ച് പ്രവാസി കമ്മ്യൂണിറ്റികളുമായി ആശയവിനിമയം നടത്തി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ വീണ്ടും ഇവിടെ വരുന്ന അങ്ങനെയുള്ളൊരു ഷെഡ്യൂളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് പ്രകാരമുള്ളത്. ദിവ്യ, എന്തായാലും മുഖ്യമന്ത്രി ഗൾഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒപ്പം സജി ചെറിയാനും ഉണ്ടാകും. വിവരങ്ങളാണ് മുഹമ്മദ് അബ്ബാസ് നൽകിയത്. അഫ്താബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. അഫ്താബ്, വിവരങ്ങൾ നൽകുക. എക്സ്പോ 2030 കുറിച്ചാണ്. 2030 എക്സ്പോയിലേക്കുള്ള ഔദ്യോഗിക പതാക സൗദി അറേബ്യയ്ക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അഫ്താബ് വിവരങ്ങൾ നൽകും. അഫ്താബ്, 6 മാസം നീളുന്നതാണ് എക്സ്പോ. ഇത് സൗദി അറേബ്യയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്? അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് അത് സജീവമാക്കാൻ ഒരുങ്ങുകയാണോ സൗദി അറേബ്യ? തീർച്ചയായും ഇപ്പോൾ ജപ്പാനിലാണ് ഈ എക്സ്പോ പൂർത്തിയായത്. അതിന്റെ അവസാന ചടങ്ങിൽ വെച്ചാണ് സൗദി അറേബ്യക്ക് എക്സ്പോയുടെ പതാക കൈമാറിയത്. ഒക്ടോബർ 1 മുതൽ, അതായത് 2030 ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ നീളുന്ന 6 മാസത്തെ ഒരു എക്സ്പോ ആയിരിക്കും സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുക. ഇതാദ്യമായിട്ടാണ് സൗദി അറേബ്യ എക്സ്പോക്ക് വേദിയാകുന്നതിനുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. സൗദി അറേബ്യയുടെ ഏറ്റവും സുപ്രധാനമായ അവരുടെ ഒരു പരിവർത്തന പദ്ധതി എന്ന് പറയുന്നത് വിഷൻ 2030 ആണ്. ആ വിഷൻ 2030യുടെ ഒരു സെലിബ്രേഷന്റെ കൂടെ ആയിരിക്കും ഈ എക്സ്പോ കൂടി എത്തുക. എക്സ്പോയിലേക്ക് ഏതാണ്ട് 4.25 കോടി ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. 197 രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകും. 29 സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. 5 തീമുകളാക്കി തിരിച്ച് 5 മേഖലയിലായിരിക്കും റിയാദിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് എക്സ്പോ നടക്കുക. വൈവിധ്യമാർന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് AI, ഇന്നൊവേഷൻ, ഒപ്പം തന്നെ സുസ്ഥിരത എന്നിങ്ങനെ വ്യത്യസ്തമായ തീമുകളിലായിരിക്കും പരിപാടികൾ നടക്കുക. ഇതിന്റെ ഭാഗമായി ഒട്ടനേകം തൊഴിലവസരങ്ങൾ കൂടി സൗദി അറേബ്യയിൽ സൃഷ്ടിക്കപ്പെടും. അതിൽ സ്വാഭാവികമായിട്ടും പ്രവാസികൾക്കും അവസരമുണ്ടാകും. ഇനി വരുന്നൊരു 5 വർഷക്കാലം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 2027 ഏഷ്യൻ കപ്പ്, 2029 വിന്റർ ഒളിമ്പിക്സ്, 2030 എക്സ്പോ, 2034 വേൾഡ് കപ്പ് എന്നിങ്ങനെ നിരവധി അവസരങ്ങളുടെ സമയം കൂടിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് എക്സ്പോ 2030. സൗദി അറേബ്യ അതിനായുള്ള ഒരുക്കങ്ങളിലേക്ക് സജീവമായി തന്നെ കടക്കാനൊരുങ്ങുകയാണ് രാജ്യം. വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. നമുക്കിനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കാം. ലോകകപ്പ് യോഗ്യതയിൽ നാളെ ഖത്തർ UAE പോരാട്ടം. രാത്രി 8 മണിക്ക് ദോഹയിലെ ജാസം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. UAEക്കെതിരെ വിജയിച്ചാൽ മാത്രമേ ഖത്തറിന് ലോകകപ്പിലേക്ക് യോഗ്യത ഉറപ്പിക്കാനാകൂ. UAEക്ക് സമനില നേടിയാലും ഗ്രൂപ്പ് ജേതാക്കളായി യോഗ്യത നേടാം.
ഒറ്റ കിക്ക് കൊണ്ട് ഇൻസ്റ്റാ ലോകം കീഴടക്കിയ റിസ്വാൻ ഇപ്പോൾ സൗദിയിലെ ജിദ്ദയിലുണ്ട്. പ്രവാസി ഫുട്ബോൾ സീസൺ സൗദിയിൽ ആരംഭിച്ചതോടെ ടൂർണമെന്റിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് ഈ ഫ്രീ സ്റ്റൈൽ താരം. റിസ്വാന്റെ ഫ്രീ സ്റ്റൈൽ പ്രകടനം ജിദ്ദയിലും ആവേശമായി. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ കളിക്കളത്തിലാണ് മുഹമ്മദ് റിസ്വാന്റെ പ്രകടനം. പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളോട് കിടപിടിക്കുന്ന ജഗ്ലിംഗ്. ഫ്രീ സ്റ്റൈലിലൂടെ ഒരു പ്രൊഫഷണലാക്കാൻ പറ്റിയത് പ്രൊഫഷണലാക്കി ഫ്രീ സ്റ്റൈൽ തന്നെ. ഇനി ഫ്രീ സ്റ്റൈൽ ചാമ്പ്യൻഷിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയലാണ് ഇപ്പോൾ ഉള്ളത്. 2023 നവംബറിലാണ് മലപ്പുറത്തെ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിൽ പന്ത് അടിച്ചുവിട്ടത്. കറങ്ങിത്തിരിഞ്ഞ് പന്ത് ലോകം തന്നെ കീഴടക്കി. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന ബഹുമതിയും തേടിയെത്തി. അതെ, ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അത് ആ വെള്ളച്ചാട്ടത്തിൽ അടിച്ച വീഡിയോ ദ മോസ്റ്റ് വ്യൂഡ് ഇൻസ്റ്റഗ്രാം റീൽ റെക്കോർഡ്. അർജന്റീന ടീം അസോസിയേഷൻ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അത് അവിടെ മെസ്സിന്റെ കളി, അവസാനത്തെ മെസ്സിന്റെ കളി കാണാനായിരുന്നു. ജിദ്ദയിലെ KMCC ഫുട്ബോൾ ടൂർണമെന്റിൽ അതിഥിയായാണ് എത്തിയത്. മുൻ ജിദ്ദ പ്രവാസിയാണ് റിസ്വാന്റെ പിതാവ്. റിസ്വാൻ നല്ല കളിയായിരുന്നു ഫുട്ബോളിൽ. പിന്നെ ചെറിയൊരു കൈക്കര് വീണാട്ട് മുറിഞ്ഞാല് പിന്നെയാണ് ഫ്രീ സ്റ്റൈലിലേക്ക് മാറി വന്നത്. ഇപ്പം ഫ്രീ സ്റ്റൈല് നല്ല ഇതായിട്ടുണ്ട്. ലോക ഫ്രീ സ്റ്റൈൽ ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ റിസ്വാൻ. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ വിദ്യാലയങ്ങളിൽ മതപരവും രാഷ്ട്രീയവുമായ പരിപാടികൾക്ക് നിരോധനം. വിഭാഗീയതയോ പക്ഷപാതമോ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പരിപാടികൾക്കും വിലക്കേർപ്പെടുത്താൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഹമദ് അൽ ഹമ്മദാണ് നിരോധനം സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സ്കൂളുകളിൽ ആരോഗ്യകരമായ വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് നടപടി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ അച്ചടക്കവും ദേശസ്നേഹവും പഠനത്തോടുള്ള പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കാൻ മോർണിംഗ് അസംബ്ലിക്ക് നിർണായക പങ്കുണ്ടെന്ന് അൽ ഹമ്മദ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഴിവുകളും ആത്മവിശ്വാസവും വളർത്തുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസം അനുമതിയില്ലാതെ പരിപാടികൾ സംഘടിപ്പിച്ച ചില സ്കൂളുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രാലയം നടപടി സ്വീകരിച്ചിരുന്നു. നിയമം കർശനമായതോടെ മലയാളി സംഘടനകൾ അടക്കമുള്ളവർ പ്രതിസന്ധിയിലായി. കൂടുതൽ സംഘടനകളും സ്കൂളുകളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ മൂലം പരിപാടികൾക്ക് തടസ്സം നേരിടുമോ എന്ന ആശങ്കയിലാണ് സംഘടനകൾ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള പുതിയ സേവനം സഹൽ ആപ്പിലൂടെ ആരംഭിച്ചതായി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആപ്പ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകും. അപേക്ഷകരുടെ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെ നടത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ 2025 നവംബർ 22 ശനിയാഴ്ച വരെ തുടരും. സൗദിയിൽ 1516 പുതിയ പൈതൃക കേന്ദ്രങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ റിയാദിലാണ്. പുരാവസ്തു കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദിയിൽ 1516 പുതിയ പൈതൃക കേന്ദ്രങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്തു എന്നാണ് കണക്ക്. ഇതോടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 11,500 കടന്നു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ദേശീയ പുരാവസ്തു രജിസ്റ്ററിലേക്ക് കൂട്ടിച്ചേർത്തത്. 1174 പൈതൃക കേന്ദ്രങ്ങളാണ് തലസ്ഥാനത്ത് മാത്രം. അൽബഹയിൽ 184, തബൂക്കിൽ 85, വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ 70, ജിദ്ദയിൽ 3 പൈതൃക കേന്ദ്രങ്ങളും ദേശീയ പുരാവസ്തു രജിസ്റ്ററിൽ ഇടം പിടിച്ചു. പുരാവസ്തു ഡാറ്റാബേസ് വികസിപ്പിക്കൽ, പുതുതലമുറക്ക് ചരിത്രബോധമുണ്ടാക്കൽ, ദേശീയ ഐക്യവും സാംസ്കാരിക പാരമ്പര്യബോധവും ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഇത്തരം കേന്ദ്രങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ സന്ദർശക വിസയിലുള്ള കുട്ടികളെ താമസ വിസയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആവർത്തിച്ച് സൗദി പാസ്പോർട്ട് വിഭാഗം. മാതാവും പിതാവും താമസ വിസയിലാണെങ്കിൽ മാത്രമാണ് സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. കുട്ടികൾ 18 വയസ്സ് തികയാത്തവരുമായിരിക്കണം. സൗദി പാസ്പോർട്ട് വിഭാഗത്തെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. താമസ വിസയിൽ രാജ്യത്ത് കഴിയുന്ന മാതാപിതാക്കളുടെ കുട്ടികളെ സന്ദർശക വിസയിൽ നിന്നും താമസ വിസയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് സൗദി ജവാസാത്ത് വിഭാഗം അറിയിച്ചു.
ഇതുമായി ബന്ധപ്പെട്ട പ്രവാസിയുടെ അന്വേഷണത്തിനാണ് പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തത നൽകിയത്. 18 വയസ്സ് തികയാത്ത കുട്ടികളെയാണ് ഇത്തരത്തിൽ ഇക്കാമയിലേക്ക് മാറ്റാൻ സാധിക്കുക. ഇതിനായി ജവാസാത്ത് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അപേക്ഷ സമർപ്പിക്കണമെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ മാതാപിതാക്കളിൽ ഒരാൾ മാത്രമാണ് താമസ വിസയിലുള്ളതെങ്കിൽ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. UAE-യിൽ വിസ നിയമലംഘകരെ കണ്ടെത്താൻ പുറത്തിറക്കിയ AI സ്മാർട്ട് കാറിനെ പരിചയപ്പെടാം ഇനി. ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് അവതരിപ്പിച്ച വാഹനത്തിലെ ക്യാമറയ്ക്ക് മുഖം തിരിച്ചറിയാൻ 1 മില്ലി സെക്കൻഡ് സമയം മാത്രം മതി. ദുബായിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നു. UAE-യിൽ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർ ഇനി ഉദ്യോഗസ്ഥരെ മാത്രം പേടിച്ചാൽ പോരാ, ഇത്തരം കാറുകളെ കൂടി പേടിക്കണം. UAE ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് ICP അവതരിപ്പിച്ച ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ കാണുന്നത്. ഇതൊരു ഇലക്ട്രിക് കാറാണ്. പക്ഷേ ഇതിൽ 6 ക്യാമറകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 6 ക്യാമറകളിലൂടെ 1 മില്ലി സെക്കൻഡ് പോലും വരുന്നില്ല ഒരാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ. അതായത് ഒരാളുടെ മുഖം തിരിച്ചറിയാൻ 1 മില്ലി സെക്കൻഡ് മാത്രം മതി ഈ ക്യാമറകൾക്ക് എന്നുള്ളതാണ് ഈ ഒരു കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 6 ക്യാമറകളാണ് ഇതിൻ്റെ ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നത്. 360 ഡിഗ്രി ആംഗിളിൽ ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റിലുമുള്ള ആളുകളുടെ മുഖം തിരിച്ചറിയാനും ഇതിൻ്റെ ഡാറ്റാ ബേസിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറാനും സാധിക്കും. ICPയുടെ ഡാറ്റാ ബേസുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓരോ ആൾക്കാരുടെ മുഖവും തിരിച്ചറിഞ്ഞ് കൃത്യമായ ഫൈൻ, അതുപോലെ തന്നെ എത്ര കാലം അതിൻ്റെ റെസിഡൻസ് കാലാവധി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം കൃത്യമായി വിശകലനം ചെയ്യാൻ ഈ കാറിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തുടക്കത്തിൽ പിഴ മാത്രമേ ഈ കാർ ഈടാക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 2026 ഈ കാർ നിരത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ നിയമലംഘകരെ കണ്ടാൽ തിരിച്ചറിയുകയും ഉദ്യോഗസ്ഥർ അവരെ നേരിൽ കണ്ട് കൃത്യമായ വാർണിംഗ് ഇവർക്ക് നൽകുകയും ചെയ്യും. പിഴ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അടക്കാനുള്ള ഒരു സംവിധാനവും ഈ കാറിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ പിഴ അടക്കാനുള്ള സംവിധാനം അടക്കം ഈ ഒരു കാറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. AI കാറിനെ കുറിച്ചാണ് അക്ഷയ് പേരാവൂർ വിശദീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കുവൈറ്റിലെ മുനിസിപ്പൽ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഭരണ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായി പുറത്തിറക്കിയ ബലാദിയ 139 ആപ്ലിക്കേഷന്റെ പ്രവർത്തനങ്ങൾ ഗവർണർമാരുടെ യോഗത്തിൽ അവലോകനം ചെയ്തു. മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയും ഭവനകാര്യ സഹമന്ത്രിയുമായ അബ്ദുൽ ലത്തീഫ് അൽ ബിഷാറിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ബലാദിയ 139 കുവൈറ്റിലെ വികസന ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റി മന്ത്രാലയവും ഗവർണറേറ്റുകളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഗവർണറേറ്റുകളുടെ ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് നൽകിയ പിന്തുണയെ മന്ത്രി അൽ മിഷാരി പ്രശംസിച്ചു. അഷാൽ ബിസിനസ് പോർട്ടൽ വഴി ലഭ്യമായ വേതന ട്രാക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ തൊഴിലുടമകളോട് അഭ്യർത്ഥിച്ചു. തൊഴിലാളികളുടെ വേതനം കൃത്യസമയത്ത് ലഭ്യമാക്കാനും തൊഴിൽ മേഖലയിലെ സുതാര്യത വർദ്ധിപ്പിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനറൽ ഫയലിലോ സർക്കാർ കരാറിലോ രജിസ്റ്റർ ചെയ്തവരെയെല്ലാം ഈ സംവിധാനത്തിലൂടെ തൊഴിൽ ദാതാക്കൾക്ക് നിരീക്ഷിക്കാം. ശമ്പളം കൈമാറാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കാനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യാനും പോർട്ടലിൽ സൗകര്യമുണ്ട്. ഒമാനിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിന്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉത്സവിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് സംഘാടകർ പറഞ്ഞു. ഒക്ടോബർ 24 മസ്കറ്റിലും 25 സലാലയിലുമാണ് മുഖ്യമന്ത്രിയുടെ ഒമാനിലെ സന്ദർശനം. 24 മസ്കത്തിലും 25 സലാലയിലുമായാണ് മുഖ്യമന്ത്രിയുടെ ഒമാനിലെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി മസ്കത്തിൽ നടക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിന്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉത്സവിൽ 24 നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഒക്ടോബർ 23, 24, 25 തീയതികളിലായി മസ്കത്തിലെ അമിറാത്ത് പാർക്കിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം 24 പരിപാടി ചീഫ് ഗസ്റ്റായിലൂടെ എത്തും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ഗൾഫാർ എഞ്ചിനീയറിംഗ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ P മുഹമ്മദ് അലി, ഒമാനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള പ്രമുഖർ തുടങ്ങി ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ അതിഥികളായി എത്തും. പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ 700ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒമാനി തദ്ദേശീയ നൃത്ത കലാരൂപങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷാ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. മസ്കത്ത് സയൻസ് ഫെസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒമാനിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരവും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്.
നവംബർ 7 നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ലോക കേരള സഭാ അംഗങ്ങളുടെയും മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ലോക കേരള സഭാ അംഗം TV ഹിക്മത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ ചെയർമാനായി ഡോക്ടർ അമീറിനെ തെരഞ്ഞെടുത്തു. സ്വീകരണ പരിപാടി വിജയകരമാക്കാൻ എല്ലാ സംഘടനകളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. വടകര MP ഷാഫി പറമ്പിലിനെതിരായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് LK അജിത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. ബഹ്റൈനിൽ കാൽനടയാത്ര നിയമലംഘനത്തിന് പിഴ ചുമത്തും. നിയമം അനുവദിക്കാത്ത സ്ഥലങ്ങളിലും സിഗ്നൽ ലഭിക്കാത്ത സമയത്തും റോഡ് മുറിച്ചു കടക്കാനാവില്ല. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക ലക്ഷ്യം. ചാലിയാർ ദോഹയുടെ 10ാം വാർഷികാഘോഷം നവംബർ 21-ന് ദോഹ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. 24 പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗങ്ങൾ ഉത്സവത്തിൽ പങ്കെടുക്കും. ആരോഗ്യരംഗത്തുള്ളവർക്ക് ദമാം OICC ഏർപ്പെടുത്തിയ അമൃതം അവാർഡുകൾ വിതരണം ചെയ്തു. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു. ജ്യോതികുമാർ ചാമക്കാല മുഖ്യാതിഥിയായി. ജുദയിൽ KMCC സംഘടിപ്പിക്കുന്ന കോഴിക്കോടൻ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. അൽ മഹജർ കുബ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മേള. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചിത്രകാരനായ ഒരാളുണ്ട്. കാസർഗോഡ് അണങ്കൂരിൽ താമസിക്കുന്ന വേണു കണ്ണനാണ് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കാസർഗോഡ് കലാ, സാഹിത്യ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വേണു കണ്ണൻ. വേണു കണ്ണൻ 1987-ൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം മണിപ്പാൽ കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്ന് D.Pharm കരസ്ഥമാക്കി. 1992-ൽ ഗൾഫിലേക്ക് പറന്നു. ദുബായ് ദേരയിലെ ഫരീദ ട്രേഡിംഗ് കമ്പനിയിൽ തുടർച്ചയായി 20 വർഷം ഫിനാൻസ് ഹെഡായി സേവനം. 92 മധ്യത്തിലാണ് ഞാൻ ദുബായിക്ക് പോകുന്നത്. അവിടെ എനിക്ക് ഒരു ട്രേഡിംഗ് കമ്പനിയിൽ അക്കൗണ്ട്സ് ക്ലർക്കായിട്ട് ഒരു പൊസിഷൻ കിട്ടി. അങ്ങനെ ആ ജോലി ചെയ്ത് എന്നെ സംബന്ധിച്ച് ഓഫീസും ഈ ഫയലുകളും ബുക്കും കാര്യങ്ങളൊക്കെ പുതിയതാണ്. ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുത്തു. 20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2013-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പെയിന്റിംഗ്. ഇപ്പം തിരിച്ചു വന്നിട്ട് 12 വർഷമാകുന്നു. ഈ 12 വർഷം ഞാൻ മുടങ്ങാതെ വരയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ വരയ്ക്ക് വേണ്ടിയിട്ടിരിക്കും. കാസർഗോഡ് സാഹിത്യവേദിയിലും ഒരു വട്ടം കൂടി എന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലും സജീവമാണിപ്പോൾ. എനിക്കിവിടെ വന്ന ഉടനെ തന്നെ എൻ്റെ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ആയിട്ട് വളരെ നല്ല സമ്പർക്കം കിട്ടി. അപ്പം അതേ സമയത്ത് തന്നെ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി, ഒരു വട്ടം കൂടി എന്നുള്ളത്. അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. ഇപ്പോൾ ഈ അടുത്ത് നടന്ന കൂട്ടായ്മയിൽ എൻ്റെ എക്സിബിഷനും അതേപോലെ കുറേ നാടകവും പിന്നെ ഒപ്പനയൊക്കെ ഞങ്ങൾ അഭിനയിച്ചു. കാസർഗോഡ് ബദിയടുക്കയിൽ ഒരു ഫാർമസി നടത്തുന്നു. ഭാര്യ ബബിത വേണുവും സഹായത്തിനുണ്ട്. 2 മക്കൾ, രാഹുൽ B. വേണുവും സംഗീത B. വേണുവും. പ്രവാസികളോടുള്ള വേണുവിൻ്റെ ഉപദേശം ഇതാണ്: നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണം പോകുന്നത്. കാരണം ഇവിടെ ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ പ്രവാസം അല്ലെങ്കിൽ ദുബായിൽ നിന്നുള്ള സ്വപ്നം കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യം ആയെന്ന് പറയുമ്പോൾ മതി എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവണം. ആ ആഗ്രഹങ്ങൾ, ഈ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല ആരുത്. അപ്പം എനിക്ക് ഒന്നുമില്ലാത്തിടത്ത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി. ഞാൻ ഇതിൽ തൃപ്തനാണ്. ഇനി ശേഷിക്കുന്ന കാലം കുടുംബത്തോടൊപ്പം ജീവിക്കാം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.
ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി പ്രദർശനമായ ജൈടെക്സിന് ദുബായിൽ തുടക്കം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇത്തവണത്തെ ജൈടെക്സിൽ താരം. ഒക്ടോബർ 17 വരെ നടക്കുന്ന മേളയിൽ 2000-ലധികം സ്റ്റാർട്ടപ്പുകളും പങ്കെടുക്കുന്നുണ്ട്. ദുബൈയിൽ ഏത് മുഖംമൂടി ഇട്ടിട്ടും കാര്യമില്ല. ദുബായ് പോലീസിന്റെ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യക്ക് മുന്നിൽ എല്ലാ മുഖംമൂടിയും അഴിഞ്ഞു വീഴും. ഇതാണ് ദുബൈയോമെട്രിക്സ്. ഈ ഗേറ്റിലൂടെ അല്ലെങ്കിൽ ഈ ക്യാമറകൾക്ക് മുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്ത് നമ്മളെ തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ദുബായ് ജൈടെക്സിന് ദുബൈയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. 45ാമത്തെ സീസണാണിത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അവസാനത്തെ ജൈടെക്സ് മേള എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 180-ലധികം രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 6800-ലധികം എക്സിബിറ്റർമാരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയൊരു വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് പുറമെ ഇത്തവണയും ദുബായ് ഹാർബറിൽ ജൈടെക്സ് പുരോഗമിക്കുകയാണ്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പുതിയ സാങ്കേതിക വിദ്യ വരികയാണെങ്കിലും അത് ഫസ്റ്റ് ജൈടെക്സിലാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ആയാലും ദേവയുടെ ആയാലും അതുപോലെ എത്തിസലാത്തിൻ്റെ അങ്ങനെ അവരുടെ പുതിയ പുതിയ ഇന്നോവേഷൻ നമുക്ക് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ജൈടെക്സിന് ഞാൻ ഇപ്പോൾ ഒരു 7 വർഷമായി സ്ഥിരമായിട്ട് ജൈടെക്സിന് വരുന്നു. എന്നും ടെക്നോളജിയുടെ അങ്ങേറ്റാണ് ജൈടെക്സ്. ഈ വർഷം തന്നെ നമുക്ക് AI ടെക്നോളജികൾ ഒരുപാട് കമ്പനീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും നൂതനമായ പുതുപുത്തൻ ആശയങ്ങളുമായി എത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള വേദിയാണ് ദുബായ് ഹാർബറിൽ നടക്കുന്ന നോർത്തേൺ സ്റ്റാർ. ഇത്തവണയും ജൈടെക്സ് പുത്തൻ പ്രഖ്യാപനങ്ങൾ കൊണ്ടും പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടും ഞെട്ടിക്കും എന്ന് തന്നെയാണ് സന്ദർശകരുടെ പ്രതീക്ഷ. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനൊപ്പം അക്ഷയ് പെരാവൾ, മീഡിയ വൺ. രാജ്യസഭ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ സന്ദർശിച്ചു. ഓർത്തഡോക്സ് സഭ മദ്രാസ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പിലക്സ്നോസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇടവക വികാരിമാർ, ഇടവക ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അൽ എഹ്സാൻ UK സംഘടിപ്പിച്ച 17ാമത് മീലാദ് മഹാസമ്മേളനം സമാപിച്ചു. ലണ്ടനിലെ ബാക്കിങ്ങിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മുഹമ്മദ് സഖാഫി ചേലക്കര മുഖ്യപ്രഭാഷണം നടത്തി. അൽ എഹ്സാൻ അക്കാദമിക് ഡയറക്ടർ എഞ്ചിനീയർ ഷാഹുൽ ഹമീദ്, ചെയർമാൻ അബ്ദുൽ അസീസ്, കൺവീനർ ഷുഹൈബ് പുതിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാർജയ്ക്ക് പിന്നാലെ വിൻസ് മേര ജ്വല്ലറി ദുബായിലും അബുദാബിയിലും ബ്രാഞ്ചുകൾ തുറന്നു. ഇതോടെ UAE-യിലെ ബ്രാഞ്ചുകളുടെ എണ്ണം 3ആയി. നടൻ മോഹൻലാൽ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് കറാമ സെന്ററിലും അബുദാബി മുസഫയിലുമാണ് വിൻസ് മേര ജ്വല്ലേഴ്സ് പുതിയ ബ്രാഞ്ചുകൾ തുറന്നത്. ഉദ്ഘാടനത്തിനെത്തിയ പ്രിയതാരം മോഹൻലാലിനെ കാണാൻ ദുബായിലും അബുദാബിയിലും വൻ ജനക്കൂട്ടമാണ് എത്തിയത്. പുതിയ തുടക്കമാണ്, ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. വിൻസ് മേര ജുവൽസ് മുസഫ ഷോറൂം ഔദ്യോഗികമായി തുറക്കുന്നു. 2 മാസത്തിനകം ദുബായിൽ വിൻസ് മേരയുടെ 2 ബ്രാഞ്ചുകൾ കൂടി തുറക്കുമെന്ന് ചെയർമാൻ ദിനേശ് കാമ്പ്രത്ത് പറഞ്ഞു. വരുന്ന 2 മാസത്തിനുള്ളിൽ ദുബായ് മീന ബസാറിലും അതുപോലെ ദുബായ് അൽബർഷ ലൂലു മാളിലും ഞങ്ങളുടെ പുതിയ 2 ഷോറൂം കൂടി വരുന്നുണ്ട്. താമസിയാതെ കൊച്ചിയിലും പുതിയ ഷോറൂം തുറക്കുമെന്ന് സംരംഭകർ പറഞ്ഞു. മീഡിയ വൺ, അബുദാബി. സൗദിയിലെ റിയാദിലും ജിദ്ദയിലും മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പിലേക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. 10 ദിവസം മാത്രമാണ് ജിദ്ദയിലെ മത്സരത്തിലേക്കുള്ളത്. സംഘടിപ്പിച്ച ഇടങ്ങളിലെല്ലാം ജനകീയമായ മീഡിയ വൺ സൂപ്പർ കപ്പ് ഇത്തവണയും കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമാകും. ജിദ്ദയിലും റിയാദിലും 8 ടീമുകളാണ് കളത്തിലിറങ്ങുക. അണപൊട്ടുന്ന ആവേശം, തകർപ്പൻ ടീമുകൾ, ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, എത്തിയ ഇടങ്ങളിലെല്ലാം ആവേശമാകാറുള്ള മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ സൗദിയുടെ ഏറ്റവും വലിയ 2 നഗരങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇക്കാണുന്നതാണ് ജിദ്ദ സൂപ്പർ കപ്പിന്റെ വേദി. ജിദ്ദയിലേക്ക് ആദ്യമായാണ് മീഡിയ വണ്ണിന്റെ സൂപ്പർ കപ്പ് ഒക്ടോബർ 23-ന് എത്തുന്നത്. നയൻസ് ഫോമാറ്റിൽ 8 പ്രമുഖ ടീമുകൾ തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കും. സൗദിയിലെ തന്നെ ഫുട്ബോളിന്റെ ഈറ്റില്യമായ ജിദ്ദയിലേക്ക് എത്തുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവമാകും. ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ കൊമ്പ് കോർക്കുക സൗദിയിലെ 8 മുൻനിര ടീമുകളാണ്. ഒക്ടോബർ 24-നാണ് ഫൈനൽ. റിയാദിൽ ഒക്ടോബർ 30-നാണ് കിക്ക് ഓഫ്.
8 മുൻനിര ടീമുകൾ പങ്കെടുക്കുന്ന 11s മത്സരം ശക്തമായ പോരാട്ടമായി മാറും. മികച്ച സ്റ്റേഡിയത്തിനൊപ്പം സാങ്കേതിക വിദ്യകളും ഇവിടെയും ഉപയോഗിക്കും. നവംബർ 6-ന് സെമി ഫൈനലും 7-ന് ഫൈനലും ഒരുക്കും. ദിറാബിലെ ദുറദ് മലാബ് സ്റ്റേഡിയമാണ് ഈ വേദി. ഒരുക്കങ്ങൾ റിഫയുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാവുകയാണ്. നമുക്ക് റിയാദിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു കളി കാണാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുള്ളത്. ഗ്രൗണ്ടിൽ ഒന്നും പറയാനുള്ള കാണികൾക്കും കളിക്കാർക്കും ഒക്കെ എല്ലാവർക്കും പിന്നെ ഫാമിലിക്കടക്കം ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള റിയാദിലെ ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട്. ജിദ്ദയിലും റിയാദിലും മികച്ച താരങ്ങൾ കാഴ്ചക്കാർക്ക് മുമ്പിലേക്ക് എത്തും. താരങ്ങളെ നാട്ടിലെത്തിക്കാനും ടീമുകൾ ശ്രമത്തിലാണ്. മീഡിയ 1 റിയാദ്.